പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തെയും തങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് ശക്തമായി പ്രതികരിച്ച് സൗദി അറേബ്യ രംഗത്തെത്തുകയുണ്ടായി. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഉറച്ചതും അചഞ്ചലവുമായ പ്രതിബദ്ധത സൗദി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സൗദിയുടെ ഈ സുപ്രധാനമായ പ്രസ്താവന. ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു അമേരിക്ക ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നത്. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ഗാസയെ മിഡിൽ ഈസ്റ്റിൽ പുത്തൻ നഗരമാക്കി മാറ്റാനും കഴിയുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. പാലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ നിലപാടും അദ്ദേഹം ആവർത്തിച്ചു വെളിപ്പെടുത്തി. എന്നാൽ ട്രംപിന്റെ പരാമർശങ്ങളെ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോട് വിമുഖത കാണിച്ചാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ഇസ്രയേലി കുടിയേറ്റ നയങ്ങളിലൂടെയും പാലസ്തീൻ ഭൂമി പിടിച്ചെടുക്കലിലൂടെയോ പാലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളിലൂടെയോ പാലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾക്കുമേലുള്ള ഏതൊരു ലംഘനത്തെയും വ്യക്തമായി നിരസിക്കുന്നതായി മന്ത്രാലയം വീണ്ടും ശക്തമായി തന്നെ പറഞ്ഞു. പാലസ്തീനികൾക്ക് രാഷ്ട്രപദവിക്കുള്ള നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാതെ ശാശ്വത സമാധാനം കൈവരിക്കാനാകില്ലെന്ന പ്രസ്താവനയിലൂടെ സൗദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ സമാധാനപ്രിയരായ രാജ്യങ്ങൾ പാലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് സൗദി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഈ സുപ്രധാന വ്യവസ്ഥ പാലിക്കുന്നില്ലെങ്കിൽ സൗദി ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കില്ലെന്ന് മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുകയും ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഗാസയിൽ ഏകദേശം 2 ദശലക്ഷം ജനസംഖ്യയെ അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ എന്നിവയിലേക്ക് മാറ്റുക എന്നതാണ് ട്രംപിന്റെ നിർദ്ദേശത്തിലെ ഒരു സുപ്രധാന ഘടകം. പക്ഷേ ഇത് എങ്ങനെ നടപ്പാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ ഈ ആശയം മിഡിൽ ഈസ്റ്റിലും മറ്റ് ലോകരാജ്യങ്ങളിലും വ്യാപകമായി വിമർശനത്തിനും ഇടയാക്കി. മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ ഒരുതരം വംശീയ ഉന്മൂലനമെന്നാണ് പ്രധാനമായും വിശേഷിപ്പിച്ചത്. മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് പകരം ഗാസയിലെ പാലസ്തീനികളെ ഇപ്പോൾ ഇസ്രയേലിൽ അറിയപ്പെടുന്ന പ്രദേശത്തെ അവരുടെ മുൻ വീടുകൾ തിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ പാലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ പ്രസ്താവിക്കുകയുണ്ടായി. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 15 മാസത്തെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഏകദേശം 47,500 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അതുപോലെ 1,11,500-ലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം മൂലം ഗാസയിലെ ജനസംഖ്യയുടെ 90% പേരും പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1,200 പേർ കൊല്ലപ്പെടുകയും 250 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി പ്രധാനമായും ആരംഭിച്ചിരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് ഇപ്പോഴും.